ഇന്നലെ നൈറ്റ് മുതൽ സ്നോഫോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അത് കാണാൻ വേണ്ടി ഒന്ന് താഴത്തേക്ക് പോവുകയാണേ. വെതർ ഫോർകാസ്റ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ, ഇന്ന് മോസ്റ്റ് പ്രോബബിളി സ്നോഫോൾ ഉണ്ടെന്ന്. പക്ഷെ മോർണിംഗ് നോക്കിയപ്പോൾ ഇതാ സംഗതി കറക്റ്റാ. എന്താ നോക്കിയേ നിങ്ങൾ, ആ പുറത്ത് നിൽക്കുന്ന ചെടികളൊക്കെ കണ്ടോ? അതിൻ്റെ മേലെ എല്ലാം സ്നോഫോൾ ചെയ്ത് കിടക്കുന്നുണ്ട് കേട്ടോ. വാവ്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണേ. ഇവിടെ റോഡൊക്കെ ഭയങ്കര സ്ലിപ്പറിയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ചെരുപ്പ് മാത്രം ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. ഭയങ്കര സ്ലിപ്പറിയാണ്. ഈ സ്നോ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ റോഡൊക്കെ അങ്ങനെയാവും കണ്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ട് ഇപ്പോൾ ആദ്യത്തെ സ്നോഫോളാണത്. വാവ്, ബ്യൂട്ടിഫുൾ കണ്ടോ, സൂപ്പറായിട്ടില്ലേ. മൊത്തം വെള്ള പൊതിച്ച് കിടക്കുകയാണ്. ഇവിടെ നേരം ഏകദേശം 7 മണിയായി, പക്ഷെ വെളിച്ചമായിട്ടില്ല. വണ്ടിയൊക്കെ കണ്ടോ, ഫുള്ളി സ്നോ ആണ്. ഇതാ ഇവിടെ കണ്ടോ, ഈ ടെന്റിന്റെ മുകളിൽ നല്ല അട്ടിക്ക് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്, തൊടാൻ വയ്യ. എന്നിരുന്നാലും ആദ്യമായി കാണുന്നതിൻ്റെ ഒരു സന്തോഷത്തിലൊന്ന് പിടിച്ചതാ. ഇതാ ഈ ഒരു ചെടികളുടെ മുകളിലൊക്കെ ഉണ്ട്, ഇവിടെ കിടക്കണതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാൻ നിൽക്കുന്നതാണ്, സൂപ്പറായിട്ടുണ്ട്. നല്ല തണുപ്പാണേ, സൂപ്പർ സൂപ്പർ. സ്നോഫോൾ. ഇത് നമ്മുടെ വീടിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ബാൽക്കണി വഴി നോക്കുമ്പോൾ വരുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു പ്ലേ ഏരിയയാണ്. അവിടെയൊക്കെ കണ്ടോ, ആകെ സ്നോഫോൾ ചെയ്ത് കിടക്കുകയാണ്. ദേവുട്ടി എഴുന്നേറ്റിട്ടില്ല, അവൾ എഴുന്നേറ്റിട്ട് വേണം പുറത്ത് പോയിട്ട് സ്നോയിൽ ഒന്ന് കളിക്കാൻ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അവളത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അവൾ സ്നോ വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മേലോട്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാലത്ത് എഴുന്നേറ്റപ്പോൾ തന്നെ അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയി ആൾ. ഒരു ചായ കുടിച്ചു, അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ കുറച്ച് വെളിച്ചം വന്നു, ഒരു 8 മണി കഴിഞ്ഞു, ഇപ്പോൾ ഒരു 8:15 ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെളിച്ചമുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ദേവുട്ടി. കണ്ടോ, എൻ്റെ ബാക്കിൽ മുഴുവൻ മഞ്ഞ് വീണ് കിടക്കുകയാണ് കേട്ടോ. മൊത്തം മഞ്ഞാണ്, എങ്കിലും അത്ര ഇന്നലെ രാത്രി മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കാര്യമായിട്ടില്ല. ഇതിൽ കൂടുതലൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ടെന്നാണ് കേട്ടത്, പക്ഷേ അത്രയ്ക്കൊന്നുമില്ല. എങ്കിലും നമുക്ക് ആദ്യമായി കാണുമ്പോൾ ഭയങ്കര രസമാണ്. മൊത്തം ഇങ്ങനെ ചുറ്റും മഞ്ഞ് വെള്ളയിൽ ഇങ്ങനെ പുതച്ച് കിടക്കണതാണ്, നല്ല ഭംഗിയുണ്ട് കണ്ടോ. ഇവിടെ ആളുകൾ നടന്നു പോയതിൻ്റെ കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ, മരങ്ങളൊക്കെ കണ്ടോ ഫുള്ളായിട്ട് മഞ്ഞിലിങ്ങനെ കുളിച്ച് കിടക്കുകയാണ്. ഭയങ്കര രസമുണ്ട് കാണാൻ. ഇതിപ്പോൾ എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല, ഇന്ന് മാത്രമാണ് നമുക്ക് വെതർ ഫോർകാസ്റ്റിൽ പറയുന്നത്. ഇനിയിപ്പോൾ നാളെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടോ. അവളെ കയ്യിൽ മുഴുവൻ എന്താണ്, അവളത് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫോണിൻ്റെ മുകളിലോട്ടൊക്കെ എറിഞ്ഞു, ആകെ നനഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അവളുടെ മേത്തും മൊത്തം സ്നോ ആണ് കേട്ടോ. എന്തായാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി. നമ്മുടെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചയാണ്. ട്രാക്കിൽ മുഴുവൻ സ്നോ ഫോൾ ചെയ്ത് കിടക്കുകയാണ്. ഒരു ട്രെയിൻ ഇതാ പോവാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ചെടികളൊക്കെ കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ചെടി. അതിൻ്റെ മുകളിൽ സാധാരണ വെറുതെ നിൽക്കുമ്പോൾ അത്ര വലിയ ഭംഗിയൊന്നും ഇല്ല, പക്ഷെ ഇപ്പോൾ മഞ്ഞ് വീണ് കിടക്കുന്ന കാണുമ്പോൾ ആ ചെടി കാണാൻ നല്ല പ്രത്യേക. ആ ട്രെയിൻ പോവാണ്, മഞ്ഞ് വീണ് കിടക്കുന്ന കാണുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. ഈ ചെടിയാണെങ്കിലും ഈ മരങ്ങളാണെങ്കിലും. എന്താ വേറൊരു ട്രെയിൻ വരുന്നു. നമ്മുടെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനാണ്, അതുകൊണ്ട് നമുക്ക് എപ്പോഴും ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ പറ്റും. ട്രെയിനും ട്രാമും എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് തന്നെ. എനിവേ, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.